കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിലെത്തിയ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇതുവരെ അനുമതി ലഭിച്ചില്ല. അപ്പോയിന്റ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഞാൻ അപ്പോയിന്റ്മെന്റിന് എൻ്റെ ഓഫീസ് വഴി കത്ത് കൊടുത്തിരുന്നു, റെസിഡന്റ് കമ്മീഷണർ വഴി കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. ഇന്ന് ഏതായാലും റെപ്രസെന്റേഷൻസ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. വിനീത വിജയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രതികരണത്തിൽ പറഞ്ഞു ആരോഗ്യമന്ത്രി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടായിരുന്നല്ലോ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകേണ്ടത്, എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഗൗരവമുള്ള പെട്ടെന്ന് പരിഹാരം വേണ്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന ഒരു ചോദ്യം കൂടി ഉയർന്നിട്ടുണ്ട്. തീർച്ചയായും ക്രിസ്റ്റീന, ആദ്യം തന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ച കാര്യം പറയട്ടെ. ആരോഗ്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള 2 രേഖകൾ മാധ്യമപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് ഈ റെസിഡന്റ് കമ്മീഷണർ വഴി ഈ കൂടിക്കാഴ്ചയ്ക്കായി സമയം തേടിക്കൊണ്ട് നൽകിയ ഒരു കത്താണ്. അത് 20-ാം തീയതിയാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 4 അജണ്ടകൾ ആ കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും അതിലൊന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം തന്നെയാണ്. അവരുടെ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ അജണ്ടയിൽ ഒന്നാമത്തെ കാര്യമായി പറയുന്നത്. ഇത് കൂടാതെ ഈ മാസം 18-ന് മന്ത്രിയുടെ ഓഫീസ് മുഖേനയും കൂടിക്കാഴ്ചയ്ക്കായി സമയം ആവശ്യപ്പെട്ടിരുന്നു എന്ന് സാധൂകരിക്കുന്നതിനുള്ള 2 രേഖകൾ തന്നെയാണ് വീണ ജോർജ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ രേഖകളടക്കം നമുക്കും ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മന്ത്രിയുമായി നമ്മൾ സംസാരിക്കുമ്പോഴും മന്ത്രി പറഞ്ഞിരുന്നത് കൂടിക്കാഴ്ചയ്ക്കായി സമയം തേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇതുവരെയായും ആ സമയത്തിന് കൂടിക്കാഴ്ചയ്ക്കായി അനുമതി ലഭിച്ചിട്ടില്ലെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റ് തിരക്കുകൾ ഉള്ളതിനാലാകാം ഇന്ന് കൂടിക്കാഴ്ചയ്ക്കായി അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ഈ ആശാ വർക്കർമാരുടെ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക, അതുകൂടാതെ തന്നെ എയിംസ് എന്ന കേരളത്തിന്റെ ആവശ്യം അത് കൂടിക്കാഴ്ചയിൽ അറിയിക്കുമെന്നും ഒപ്പം വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുമ്പോൾ അതിന് കൂടി കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ തേടുന്ന ഇങ്ങനെ ഉൾപ്പെടെയുള്ള 4 കാര്യങ്ങൾ ഇന്ന് ഈ ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വീണ ജോർജ് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ അപ്പോയിന്റ്മെന്റിന് അനുവാദം തേടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ നിവേദനം കൈമാറിയിരിക്കുന്നത്. ഈ ആശാ വർക്കർമാരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നിവേദനത്തിലുണ്ടോ എന്ന് നമ്മൾ തന്നെ മന്ത്രിയോട് ചോദിച്ചതാണ്. അത്തരം വിവരങ്ങളൊക്കെ തന്നെ അതിലുണ്ട്. ഈ നിവേദനത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പിന്നീട് ഇന്ന് കൂടിക്കാഴ്ച നടക്കാത്ത സാഹചര്യത്തിൽ പിന്നീട് സമയം ലഭിക്കുകയാണ് എങ്കിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന.